2026 ഏപ്രിൽ 9 നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പോരാട്ടങ്ങളിലൊന്നാണ്. മധ്യ കേരളത്തിന്റെ രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്ന ജില്ലകളിൽ പ്രധാനമാണ് കോട്ടയം. ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന്റെയും വിവിധ കേരള കോൺഗ്രസ് പാർട്ടികളുടെയും ശക്തമായ സ്വാധീനമാണ് ഇവിടെ കാണുന്നത്. 2016 വരെ മധ്യ കേരളം പ്രധാനമായും UDFന്റെ കോട്ടയായിരുന്നു. കോട്ടയം ജില്ലയിലെ 9 മണ്ഡലങ്ങളിൽ 6 UDFനൊപ്പമായിരുന്നു. എന്നാൽ 2021 ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എം മുന്നണി മാറിയതോടെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറി. അന്ന് LDF 5 സീറ്റുകൾ നേടിയപ്പോൾ UDF 4ലേക്ക് ചുരുങ്ങി. അതിൽ 3 സീറ്റുകൾ കേരള കോൺഗ്രസ് എം സ്വന്തമാക്കി. എന്നാൽ പാലായിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടത് ഇടതുമുന്നണിക്കുണ്ടായ വലിയ തിരിച്ചടിയായിരുന്നു. അതേസമയം BJP നേതൃത്വം നൽകുന്ന NDA പല മണ്ഡലങ്ങളിലും നിർണായക വോട്ട് വിഹിതം നേടി സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ പ്രധാനമായും 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉൾപ്പെടുന്നത്. പാല, കോട്ടയം, പുതുപ്പള്ളി, ഏറ്റുമാനൂർ, കടുത്തുരുത്തി, വൈക്കം, പൂഞ്ഞാർ. ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത് പാലായിലാണ്. സിറ്റിംഗ് MLA മാണി സി കാപ്പൻ UDF സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി LDFനായി കളത്തിലിറങ്ങുന്നു. കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ UDF വിട്ട് LDFിലേക്ക് ചേർന്നതോടെ UDFന് വലിയ രാഷ്ട്രീയ നഷ്ടമാണ് ഉണ്ടായത്. അതേസമയം LDFന് മധ്യ കേരളത്തിൽ കൂടുതൽ പിന്തുണ ലഭിക്കുവാൻ ഈ നീക്കം സഹായിച്ചു. ഈ സംഭവത്തിന് പിന്നാലെ കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടവും ശക്തമായി. NDAയ്ക്കായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MLA PC ജോർജിന്റെ മകനുമായ ഷോൺ ജോർജാണ് മത്സരിക്കുന്നത്. പാലാ നഗരസഭയും നിരവധി പഞ്ചായത്തുകളും UDF പിടിച്ചെടുത്തത് അവർക്ക് ആത്മവിശ്വാസവും നൽകുന്നുണ്ട്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആകെ വോട്ടുകളിൽ മുന്നിൽ നിന്നത് LDFനാണ്. അതുകൊണ്ട് പാലാ ഇത്തവണ കടുത്ത പോരാട്ടം കാണാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. കോട്ടയം മണ്ഡലം പരമ്പരാഗതമായി UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. സിറ്റിംഗ് MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വീണ്ടും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. LDFന് വേണ്ടി CPMന്റെ K അനിൽകുമാറാണ് സ്ഥാനാർത്ഥി. NDAയ്ക്കായി BDJSന്റെ B അനിൽകുമാറും രംഗത്തുണ്ട്. 2021 നടന്ന പോരാട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും UDFന് മുൻതൂക്കമുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് പുതുപ്പള്ളി. 50 വർഷങ്ങളോളം MLA ആയിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മണ്ഡലം കൂടിയാണിത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം നടന്ന ബൈ ഇലക്ഷനിൽ മകൻ ചാണ്ടി ഉമ്മൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു. ഇത്തവണയും ചാണ്ടി ഉമ്മൻ തന്നെയാണ് UDF സ്ഥാനാർത്ഥി. അതേസമയം ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കേരള രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധ നേടുന്ന രീതിയിലാണ് നടക്കുന്നത്. പരമ്പരാഗത രാഷ്ട്രീയ രീതികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ചില രീതികളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. വലിയ ഫ്ലെക്സ് ബോർഡുകൾ ഒഴിവാക്കിയും സൈക്കിളിൽ വോട്ട് അഭ്യർത്ഥിച്ചുമാണ് ചാണ്ടി ഉമ്മൻ പുതിയ ട്രെൻഡിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പരമ്പരാഗതമായി UDFന് മുൻതൂക്കമുള്ള മണ്ഡലമായതിനാൽ ഇവിടെയും UDFന് വിജയസാധ്യത കൂടുതലാണെന്നാണ് വിലയിരുത്തൽ. കോട്ടയം ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റുമാനൂർ LDFന്റെ ശക്തി കേന്ദ്രമാണ്. മന്ത്രി VN വാസവനാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. 2021 അദ്ദേഹം 14,000-ലധികം വോട്ടിന് വിജയിച്ചിരുന്നു. കോൺഗ്രസിന് വേണ്ടി DCC പ്രസിഡന്റ് നാട്ടകം സുരേഷാണ് മത്സരിക്കുന്നത്. അതേസമയം NDA ഇവിടെ 2020 സീറ്റ് നൽകിയതും ശ്രദ്ധേയമാണ്. ഇൻഫ്ലുവൻസർ ആതിര D നായരാണ് 2020 സ്ഥാനാർത്ഥി. BJP മത്സരിക്കാതിരുന്നത് CPMന് അനുകൂലമാണെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. കോട്ടയം ജില്ലയിലെ മറ്റൊരു പ്രധാന മണ്ഡലമാണ് കടുത്തുരുത്തി. 2006 മുതൽ തുടർച്ചയായി ഇവിടെ വിജയിച്ചിരുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫാണ്. 2016 42,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചെങ്കിലും 2021 ആ ഭൂരിപക്ഷം 4,000-ലേക്ക് കുറഞ്ഞത് UDFന് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇത്തവണ LDFന് വേണ്ടി കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി നിർമ്മല ജിമ്മിയാണ് മത്സരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ മറ്റൊരു ശ്രദ്ധേയ മണ്ഡലമാണ് വൈക്കം. 2016 2021 CPI സ്ഥാനാർത്ഥിയായി CK ആശ ജയിച്ചിരുന്നു. എന്നാൽ ഇത്തവണ CPI സ്ഥാനാർത്ഥിയായി P പ്രദീപാണ് മത്സരിക്കുന്നത്. അതേസമയം 40 കൊല്ലത്തോളം ഇടത് യാത്രികനും 10 കൊല്ലം വൈക്കം MLAയുമായിരുന്ന K അജിത്ത് ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയിരിക്കുന്നതും ശ്രദ്ധേയമാണ്.
UDF-ന് വേണ്ടി കെ ബിനിമോനാണ് പോരിനിറങ്ങുന്നത്. PC ജോർജ് എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് 1/4 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന രാഷ്ട്രീയ ചരിത്രമുള്ള മണ്ഡലമാണ് പൂഞ്ഞാർ. എന്നാൽ സമീപകാലത്ത് വലിയ മാറ്റങ്ങൾക്കാണ് പൂഞ്ഞാർ സാക്ഷ്യം വഹിച്ചത്. 2011 വരെ കേരള കോൺഗ്രസിന്റെ ഭാഗമായി മത്സരിച്ച PC ജോർജ് 2016-ൽ സ്വതന്ത്രനായി മത്സരിച്ചു. അന്ന് 27,000-ലധികം വോട്ട് നേടി ഇരുപക്ഷത്തെ ഞെട്ടിച്ചായിരുന്നു PC ജോർജിന്റെ വിജയം. എന്നാൽ 2021-ൽ കേരള ജനപക്ഷം സെക്യുലർ എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട PC ജോർജ് പക്ഷേ 16,000 വോട്ടിന് തോറ്റു. 2016-ൽ PC ജോർജിനൊപ്പമുണ്ടായിരുന്ന SDPI എതിരായതാണ് തിരിച്ചടിച്ചത് എന്നായിരുന്നു വിലയിരുത്തൽ. പിന്നീട് അദ്ദേഹം BJP-യിൽ ചേർന്നു. ഒരു കാലത്ത് വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിനാണ് പൂഞ്ഞാർ പ്രാധാന്യം നൽകിയിരുന്നതെങ്കിൽ ഇന്ന് സാമൂഹിക സൗഹാർദ്ദത്തിനും വികസനത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്. ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം വിഭാഗങ്ങൾ പൂഞ്ഞാറിലെ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തികളാണ്. ഇത്തവണ LDF-ന് വേണ്ടി സിറ്റിംഗ് MLA ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തന്നെയാണ് പോരാട്ടത്തിനിറങ്ങുന്നത്. UDF-ന് വേണ്ടി സെബാസ്റ്റ്യൻ MJ കളത്തിലും NDA സ്ഥാനാർത്ഥിയായി PC ജോർജും കളത്തിലുണ്ട്. അടുത്തടുത്ത മണ്ഡലങ്ങളിൽ അച്ഛനും മകനും NDA സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നെന്ന പ്രത്യേകതയും ഉണ്ട്. അതേസമയം 2026-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പൂഞ്ഞാർ മണ്ഡലത്തിൽ SDPI സജീവമായ രാഷ്ട്രീയ നീക്കങ്ങളിലാണ്. മണ്ഡലത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായതിനാൽ SDPIയുടെ നിലപാട് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചേക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ഓരോ മണ്ഡലവും വ്യത്യസ്തമായ രാഷ്ട്രീയ സമവാക്യങ്ങളാണ് കാണിക്കുന്നത്. പാലായിൽ ത്രികോണ മത്സരം, പുതുപ്പള്ളിയിൽ UDF-ന്റെ ശക്തി, ഏറ്റുമാനൂരിൽ LDF-ന്റെ മേൽക്കൈ, ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ വിധി മധ്യ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ നിർണ്ണയിക്കാൻ സാധ്യതയുള്ളതാണ്.